ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 19, 20 തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതി. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ് പദ്ധതിയുടെ പേര്? ഫിറ്റ്നസ് ബോക്സ്. ഫിറ്റ്നസ് ബോക്സ് എന്നാണ് സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ സ്ഥാപിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേര്. എന്താണ് ആ പദ്ധതിയുടെ പേര്? ഫിറ്റ്നസ് ബോക്സ്. ഓർക്കുക, കായിക വകുപ്പും ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NBFന്റെ പൂർണ്ണരൂപം ന്യൂ ബാലൻസ് ഫിറ്റ്നസ് എന്നാണ് NBFന്റെ പൂർണ്ണരൂപം. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NBF എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഫിറ്റ്നസ് ബോക്സ്. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. നമുക്ക് നോക്കാം. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച പുസ്തകം. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച പുസ്തകം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് ആ പുസ്തകം? ജീവിതപാതയാണ് 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച പുസ്തകം. ഏതാണ് ആ പുസ്തകം? ജീവിതപാത. ഓർക്കുക, ജീവിതപാത എഴുതിയത് ചെറുകാടാണ് ജീവിതപാത എഴുതിയത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതപാത. ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത. അതുപോലെ തന്നെ ചെറുകാട് ഒരു തൂലിക നാമമാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ഗോവിന്ദ പിഷാരടി എന്നാണ് ചെറുകാടിന്റെ യഥാർത്ഥ നാമം. അതുപോലെ തന്നെ ഇതിലോട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വസ്തുതയാണ് 1976 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഈ പുസ്തകത്തിനായിരുന്നു. 1976 ജീവിതപാത എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വിവരം കൂടെയുണ്ട്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. ആരാണ് അവതാരിക എഴുതിയത്? EMS ആയിരുന്നു ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. നമ്മുടെ പോയിന്റ് 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച പുസ്തകം ഏതാണ്? ജീവിതപാത. നമ്മൾ നോക്കുന്ന അടുത്ത പോയിന്റ് ആറന്മുള വള്ളംകളി 2024 വിജയികളെ പറ്റിയാണ്. ആറന്മുള വള്ളംകളി 2024 വിജയികൾ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എ ബാച്ചിലെ വിജയികളായത് കോയിപ്രം പള്ളിയോടം. എ ബാച്ചിലെ വിജയികളായത് ആരാണ്? കോയിപ്രം പള്ളിയോടം. അതുപോലെ ബി ബാച്ചിലെ വിജയികളാണ് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണ് ബി ബാച്ച് മത്സരത്തിലെ വിജയികളായത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. എ ബാച്ചിൽ വിജയിച്ചത് കോയിപ്രം പള്ളിയോടം. അതുപോലെ ബി ബാച്ചിൽ വിജയികളായത് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം. വിജയികൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പേര് നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ട്രോഫിയുടെ പേര്? മന്നം ട്രോഫി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് വിജയികൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേരെന്താണ്? മന്നം ട്രോഫി. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളം ഏതാണ്? കാരിച്ചാൽ ചുണ്ടനാണ് പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തിയത്. കാരിച്ചാൽ ചുണ്ടനാണ് പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തിയത്. രണ്ടാമതെത്തിയ ചുണ്ടൻ വള്ളം ഏതാണ്? മേൽപ്പാടം ചുണ്ടൻ. പായിപ്പാട് ജലോത്സവത്തിൽ രണ്ടാമതെത്തിയത് മേൽപ്പാടം ചുണ്ടനാണ്. പായിപ്പാട് ജലോത്സവത്തിൽ രണ്ടാമതെത്തിയത്. അതുപോലെ തന്നെ പായിപ്പാട് മത്സര വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അരങ്ങേറുന്നത് എവിടെയാണ്? അച്ചൻ കോവിലാറിലാണ് പായിപ്പാട് ജലോത്സവം അരങ്ങേറുന്നത്. നമ്മുടെ പോയിന്റ്
പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളം ഏതായിരുന്നു എന്നാണ്. ഏതായിരുന്നു? കാരിച്ചാൽ ചുണ്ടൻ. ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി നിയമിതനായത്, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? നമുക്ക് നോക്കാം. ആരാണ്? റിയാദ് മാത്യു. റിയാദ് മാത്യു ആണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരായിരുന്നു? റിയാദ് മാത്യു. ഓർക്കുക, ഇദ്ദേഹം മലയാള മനോരമ ഡയറക്ടറും ചീഫ് അസോസിയേറ്റ് എഡിറ്ററുമാണ്. മലയാള മനോരമ ഡയറക്ടറും ചീഫ് അസോസിയേറ്റ് എഡിറ്ററും കൂടെയാണ് റിയാദ് മാത്യു. നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റിയാദ് മാത്യു. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത നിയമന വാർത്ത, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അനുരാഗ് ഗാർഗ്. അനുരാഗ് ഗാർഗ് ആണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ആരാണ്? അനുരാഗ് ഗാർഗ്. ഓർക്കുക, 2026 വരെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ നിയമന കാലാവധി. എന്നുവരെയാണ്? 2026 വരെ ആയിരിക്കും അനുരാഗ് ഗാർഗിന്റെ നിയമന കാലാവധി. ഒന്നുകൂടി ആവർത്തിക്കാം. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അനുരാഗ് ഗാർഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത നിയമന വാർത്ത, 2024 സെപ്റ്റംബറിൽ ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ് എന്നാണ്. 2024 സെപ്റ്റംബറിൽ ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? ആർ രവീന്ദ്ര. ആർ രവീന്ദ്രയാണ് 2024 സെപ്റ്റംബറിൽ ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. ആരാണ്? ആർ രവീന്ദ്ര. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, 2024 സെപ്റ്റംബറിൽ ജോർദാൻ പ്രധാനമന്ത്രിയായി നിയമിതനായത്. 2024 സെപ്റ്റംബറിൽ ജോർദാൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ജാഫർ ഹസൻ. ജാഫർ ഹസൻ ആണ് 2024 സെപ്റ്റംബറിൽ ജോർദാൻ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ആരാണ്? ജാഫർ ഹസൻ. ജാഫർ ഹസൻ ആണ് ജോർദാന്റെ നിയുക്ത പ്രധാനമന്ത്രി. അടുത്തതായി നമുക്ക് നോക്കേണ്ടത്, സശസ്ത്ര സീമാ ബെല്ലിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണെന്നാണ്. സശസ്ത്ര സീമാ ബെല്ലിന്റെ SSBയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അമൃത് മോഹൻ പ്രസാദ്. അമൃത് മോഹൻ പ്രസാദ് ആണ് സശസ്ത്ര സീമാ ബെൽ SSB സശസ്ത്ര സീമാ ബെല്ലിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അമൃത് മോഹൻ പ്രസാദ്. ഓർക്കുക, CRPFന്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. CRPFന്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അമൃത് മോഹൻ പ്രസാദ്. നമ്മുടെ പോയിന്റ്, സശസ്ത്ര സീമാ ബെൽ SSBയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അമൃത് മോഹൻ പ്രസാദ്. ഒരു രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച പുതിയ രക്തഗ്രൂപ്പ്. ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച പുതിയ രക്തഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? MAL എന്നാണ് ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച രക്തഗ്രൂപ്പ്. ഓർക്കുക, ബ്രിസ്റ്റോൾ സർവകലാശാലയാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്താണ്? ബ്രിസ്റ്റോൾ സർവകലാശാലയാണ് ഈ രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ പോയിന്റ്, ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച പുതിയ രക്തഗ്രൂപ്പ് ഏതാണ്? MAL. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കാം. ഏതാണ്? ദ്രാവിഡ മുന്നേറ്റ കഴകം. ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. ഏതാണ്? തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന DMK, ദ്രാവിഡ മുന്നേറ്റ
കഴകം DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ആണ് 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന പാർട്ടി. ഓർക്കുക, 1949 സെപ്റ്റംബർ 17-നാണ് DMK സ്ഥാപിതമായത്. 1949 സെപ്റ്റംബർ 17-നായിരുന്നു DMK സ്ഥാപിതമായത്. ആരായിരുന്നു DMK-യുടെ സ്ഥാപകൻ? CN അണ്ണാദുരൈയാണ് DMK സ്ഥാപിച്ചത്. നമ്മുടെ പോയിന്റ് 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു എന്നാണ്. ഏതായിരുന്നു? ദ്രാവിഡ മുന്നേറ്റ കഴകം DMK. ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? രംഗീൻ മച്ച്ലി എന്നാണ്. അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് പുറത്തിറക്കിയ ആപ്പ്. അതിന്റെ പേരെന്താണ്? രംഗീൻ മച്ച്ലി. ഓർക്കുക, മലയാളം ഉൾപ്പെടെ 8 ഭാഷകളിൽ ഈ ആപ്പിൽ വിവരങ്ങൾ ലഭ്യമാകും. മലയാളം ഉൾപ്പെടെ 8 ഭാഷകളിലായാണ് ഈ ആപ്പിൽ സമ്പൂർണമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? രംഗീൻ മച്ച്ലി. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആവുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആവുന്നത് ആരാണ്? മോഹന സിംഗ് ആണ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആവുന്നത്. ആരാണ്? മോഹന സിംഗ്. ഓർക്കുക, ഫ്ലൈയിങ് ബുള്ളറ്റ്സ് എന്നറിയപ്പെടുന്ന 18-ാം നമ്പർ സ്ക്വാഡ്രണിന്റെ ഭാഗമായാണ് മോഹന സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്ലൈയിങ് ബുള്ളറ്റ്സ് എന്നറിയപ്പെടുന്ന 18-ാം നമ്പർ സ്ക്വാഡ്രന്റെ ഭാഗമായിട്ടാണ് മോഹന സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് നമുക്ക് നോക്കാം. എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ സദ്ഭാവന എന്നാണ്. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ സദ്ഭാവന. പ്രധാനമായും 3 രാജ്യങ്ങൾക്കാണ് ഇന്ത്യ ഈ ഓപ്പറേഷനിലൂടെ സഹായം നൽകിയത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? വിയറ്റ്നാം, അതുപോലെ തന്നെ ലാവോസ്, അതുപോലെ മ്യാൻമർ. വിയറ്റ്നാം, ലാവോസ്, മ്യാൻമർ എന്നീ രാജ്യങ്ങൾക്കാണ് ഓപ്പറേഷൻ സദ്ഭാവനയിലൂടെ ഇന്ത്യ സഹായം നൽകിയത്. എന്തിനു വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ സദ്ഭാവന? യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സദ്ഭാവന. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജർ. കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജറിന്റെ പേരാണ് നമ്മൾ അടുത്തായി പരിശോധിക്കുന്നത്. എന്താണ്? DCI ഡ്രെഡ്ജ് ഗോദാവരി എന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജറിന്റെ പേര്. എന്താണ് ആ ഡ്രഡ്ജറിന്റെ പേര്? DCI ഡ്രെഡ്ജ് ഗോദാവരി. അതുപോലെ തന്നെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ ആണ് നിലവിലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി. നമ്മുടെ പോയിന്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജർ ഏതായിരുന്നു എന്നാണ്. ഏതായിരുന്നു ആ ഡ്രഡ്ജറിന്റെ പേര്? DCI ഡ്രെഡ്ജ് ഗോദാവരി. നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ്, അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചാണകവണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്?
ഒണിറ്റിസ് ബോർഡാറ്റി. ഒണിറ്റിസ് ബോർഡാറ്റി എന്നാണ് അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചാണക വണ്ടിന് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? ഒണിറ്റിസ് ബോർഡാറ്റി. മേഘാലയയിലെ നോംഖൈലം വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഈ ചാണക വണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചാണക വണ്ടിന്റെ പേരെന്താണ്? ഒണിറ്റിസ് ബോർഡാറ്റി. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയുടെ പേര് നമുക്ക് പഠിക്കാം. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയുടെ പേരെന്താണ്? കുർക്കുമ ഉങ്മെൻസിസ് എന്നാണ് നാഗാലാൻഡിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിക്ക് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? കുർക്കുമ ഉങ്മെൻസിസ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉമ്മ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ പുതിയ ഇനം ഇഞ്ചി കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്? ഉമ്മ എന്ന നാഗാലാൻഡിലെ ഗ്രാമത്തിൽ നിന്നാണ് ഈ പുതിയ ഇനം ഇഞ്ചി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ്? നാഗാലാൻഡ് 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയുടെ പേര് കുർക്കുമ ഉങ്മെൻസിസ്. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാവികസേനയുടെ ആഗോള കടൽ പര്യവേക്ഷണമായ നാവിക സാഗർ പരിക്രമയുടെ ഭാഗമാകുന്നത് ആരൊക്കെയാണെന്നാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആഗോള കടൽ പര്യവേഷണമായ നാവിക സാഗർ പരിക്രമയുടെ ഭാഗമാകുന്നത് ആരൊക്കെയാണ്? രൂപ എയും ദിൽന കെയുമാണ് നാവിക സാഗർ പരിക്രമയുടെ ഭാഗമാകുന്നത്. എന്താണ് നാവിക സാഗർ പരിക്രമ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഇന്ത്യൻ നാവികസേനയുടെ ആഗോള കടൽ പരിവേഷണ പരിപാടിയാണ് നാവിക സാഗർ പരിക്രമ. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഗോൾഡൻ ഗ്ലോബ് റേസിൽ രണ്ടാമതെത്തിയ ഇന്ത്യയുടെ അഭിമാനമായ അഭിലാഷ് ടോമിയാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. ആ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു, അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസിൽ രണ്ടാമതെത്തിയ അഭിലാഷ് ടോമിയാണ് രൂപ എയ്ക്കും ദിൽന കെയ്ക്കും വേണ്ട പരിശീലനങ്ങൾ നൽകുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയത് ആരാണ് എന്നാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയത് ആരാണ്? മെറ്റയാണ് 18 വയസ്സിൽ താഴെയുള്ളവർക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയ ആരാണ്? മെറ്റ. ഓർക്കുക, സെൻസിറ്റീവ് കണ്ടന്റുകൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന പഠനത്തിനെ തുടർന്നാണ് മെറ്റ പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സെൻസിറ്റീവായ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഏർപ്പെടുത്തിയത്. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം, 18 വയസ്സിൽ താഴെയുള്ളവർക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയത് ആരാണ്? മെറ്റ. ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. റഷ്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടന ഏതാണ്? ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് റഷ്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടന. ഏതാണ്? ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ആസ്ഥാനം എവിടെയാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എവിടെയാണ്? ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എന്തായിരുന്നു ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ വാർത്താ പ്രാധാന്യം? റഷ്യയിൽ അവരുടെ പ്രവർത്തനം അവർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടന ഏതായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വസ്തുത, ഏഷ്യയിലെ ഏറ്റവും ഫോട്ടോജനിക്കായ യുനെസ്കോ പൈതൃക കേന്ദ്രമായി ടൈംസ് ട്രാവൽ തിരഞ്ഞെടുത്ത കേന്ദ്രം. ഏഷ്യയിലെ ഏറ്റവും ഫോട്ടോജനിക്കായ യുനെസ്കോ പൈതൃക കേന്ദ്രമായി ടൈംസ് ട്രാവൽ തിരഞ്ഞെടുത്ത കേന്ദ്രം ഏതാണ്? നമുക്ക് നോക്കാം. ഏതാണ്? അങ്കോർ വാട്ട് ആണ് ഏഷ്യയിലെ ഏറ്റവും ഫോട്ടോജനിക്കായ യുനെസ്കോ പൈതൃക കേന്ദ്രമായി ടൈംസ് ട്രാവൽ തിരഞ്ഞെടുത്ത. ഏതാണ്? അങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കംബോഡിയയിലാണ് അങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? താജ്മഹലും ഹംപിയുമാണ് ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത്. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. ഏഷ്യയിലെ ഏറ്റവും ഫോട്ടോജനിക്കായ യുനെസ്കോ പൈതൃക കേന്ദ്രമായി ടൈംസ് ട്രാവൽ തിരഞ്ഞെടുത്ത കേന്ദ്രം ഏതാണ്? അങ്കോർ വാട്ട്. ഒരു വേദിയുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്ക് പരിശോധിക്കാം.
ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദിയാവുന്നത്, ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി എവിടെയാണ് നമുക്ക് നോക്കാം. എവിടെയാണ്? കസാനിലാണ് ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി. എവിടെയാണ്? കസാൻ എവിടെയാണ്? റഷ്യയിലെ കസാനിൽ വെച്ചാണ് 2024 ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം അരങ്ങേറുന്നത്. ഇന്ത്യയിൽ നിന്ന് മാധവ് കൗശിക്കും ഡോക്ടർ കെ ശ്രീനിവാസ റാവുമാണ് പങ്കെടുക്കുന്നത്. ആരൊക്കെയാണ്? മാധവ് കൗശിക്, അതുപോലെ ഡോക്ടർ കെ ശ്രീനിവാസ റാവ്. ഇവരാണ് മാധവ് കൗശിക്കും ഡോക്ടർ കെ ശ്രീനിവാസ റാവുമാണ് ഇന്ത്യയെ ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഇവരാരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് മാധവ് കൗശിക്. അതുപോലെ തന്നെ ഡോക്ടർ കെ ശ്രീനിവാസ റാവു ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി. നമ്മുടെ പോയിന്റ്, ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി എവിടെയായിരുന്നു എന്നാണ്. എവിടെയാണ്? റഷ്യയിലെ കസാനിൽ വെച്ചാണ് 2024 ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം അരങ്ങേറുന്നത്. ഒരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ ആൻഡ് ചൈന. റഷ്യയും ചൈനയുമാണ് ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? റഷ്യ ആൻഡ് ചൈന. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വസ്തുത, 2024 സെപ്റ്റംബറിൽ പോളിയോ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യം. 2024 സെപ്റ്റംബറിൽ പോളിയോ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് 2024 സെപ്റ്റംബറിൽ പോളിയോ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യം. ഏതാണ് രാജ്യം? അഫ്ഗാനിസ്ഥാൻ. ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ലോക മുള ദിനം, ലോക ബാംബു ഡേ, വേൾഡ് ബാംബു ഡേ എന്നാണ് നമുക്ക് നോക്കാം. എന്നാണ്? സെപ്റ്റംബർ 18 ലോക മുള ദിനം സെപ്റ്റംബർ 18. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യമായി ഈ ദിനാചരണം നടത്തപ്പെട്ടത് എന്നാണെന്ന് കൂടെ നമുക്ക് നോക്കാം. എന്നായിരുന്നു? 2009 ലോകത്തിൽ ആദ്യമായി മുള ദിനാചരണം സംഘടിപ്പിക്കപ്പെട്ടത്. എന്നായിരുന്നു? 2009 ആദ്യമായി സംഘടിപ്പിച്ച എന്നാണ്? 2009. നമ്മുടെ പോയിന്റ്, ലോക മുള ദിനം എന്നാണ് സെപ്റ്റംബർ 18. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത, IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി ചുമതലയേറ്റത് ആരാണ് എന്നാണ്. IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി ചുമതലയേറ്റത് ആരാണ്? റിക്കി പോണ്ടിങ് ആണ് IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി ചുമതലയേറ്റത്. ആരാണ്? റിക്കി പോണ്ടിങ്. ഓർക്കുക, മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപിറ്റൽസിനെയുമാണ് ഇതിന് മുൻപ് റിക്കി പോണ്ടിങ് പരിശീലിപ്പിച്ചത്. ഏതൊക്കെയായിരുന്നു? മുംബൈ ഇന്ത്യൻസും അതുപോലെ ഡൽഹി ക്യാപിറ്റൽസും. മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപിറ്റൽസിനെയും ആയിരുന്നു ഇതിന് മുൻപ് റിക്കി പോണ്ടിങ് പരിശീലിപ്പിച്ചത്. നമ്മുടെ പോയിന്റ്, IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി ചുമതലയേറ്റത് ആരായിരുന്നു? ഓസ്ട്രേലിയക്കാരനായ റിക്കി പോണ്ടിങ്. കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആരാണ്? ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത്. ആരാണ്? ഏരീസ് കൊല്ലം സെയിലേഴ്സ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ആരാണ്? ഏരീസ് കൊല്ലം സെയിലേഴ്സ്. കേരള ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ കൂടെ നമുക്ക് പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. മാൻ ഓഫ് ദി ടൂർണമെന്റിലെ മികച്ച താരം ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആരായിരുന്നു? ഷറഫുദ്ദീൻ. ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ ഷറഫുദ്ദീൻ ആണ് ടൂർണമെന്റിലെ മികച്ച താരം, മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയർ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. തൃശൂർ ടൈറ്റൻസിന്റെ അഹമ്മദ് ഇമ്രാൻ. തൃശൂർ ടൈറ്റൻസിന്റെ അഹമ്മദ് ഇമ്രാൻ ആണ് എമർജിംഗ് പ്ലെയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട താരം. അതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പ്, ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരത്തിനുള്ള അവാർഡാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയ താരം ആരായിരുന്നു? സച്ചിൻ ബേബി. ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സച്ചിൻ ബേബി ആയിരുന്നു ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത്. 528 റൺസ് ആണ് സച്ചിൻ ഈ ടൂർണമെന്റിൽ നേടിയത്.
528 റൺസ് ആണ് സച്ചിൻ ബേബി ഈ ടൂർണമെന്റിൽ നിന്ന് നേടിയത്. അതുപോലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള അവാർഡാണ് പർപ്പിൾ ക്യാപ്പ്. പർപ്പിൾ ക്യാപ്പ് നേടിയതാരായിരുന്നു? അഖിൽ സ്കറിയ. അഖിൽ സ്കറിയ ആണ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ അഖിൽ സ്കറിയ ആയിരുന്നു 25 വിക്കറ്റ് നേടി പർപ്പിൾ ക്യാപ്സ് ഹോൾഡർ ആയത്. കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് വേണ്ടിയായിരുന്നു അഖിൽ സ്കറിയ കളിച്ചത്. പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആരാണെന്നാണ് നമ്മൾ അവസാനം ചർച്ച ചെയ്തായിരുന്നു, അഖിൽ സ്കറിയ. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഫൈനലിലെ താരം, മാൻ ഓഫ് ദി മാച്ച് ഇൻ ദ ഫൈനൽ ആരായിരുന്നു? അതും സച്ചിൻ ബേബി തന്നെയായിരുന്നു. കൊല്ലം സെയിലേഴ്സിന്റെ സച്ചിൻ ബേബി തന്നെയായിരുന്നു ഫൈനലിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും. കായിക രംഗവുമായി ബന്ധപ്പെട്ട അടുത്ത വസ്തുത, 2024 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്, 2024 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഓസ്കാർ പിയാസ്ട്രി. ഓസ്കാർ പിയാസ്ട്രി ആണ് 2024 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത്. ആരാണ്? ഓസ്കാർ പിയാസ്ട്രി. ഓസ്കാർ പിയാസ്ട്രി മക്ലാരൻ ടീമിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഏതാണ്? മക്ലാരൻ ടീമിന് വേണ്ടിയാണ്. മക്ലാരൻ ടീമിന് വേണ്ടിയാണ് ഓസ്കർ പിയാസ്ട്രി മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പ്രിക്സിൽ രണ്ടാമതെത്തിയ താരം ആരാണെന്ന് നമുക്ക് നോക്കാം. ചാൾസ് ലെക്ലെർക്ക്. ചാൾസ് ലെക്ലെർക്ക് ആണ് ഈ ടൂർണമെന്റിൽ രണ്ടാമതെത്തിയ താരം. ഏത് ടീമിനെയാണ് ചാൾസ് ലെക്ലെർക്ക് പ്രതിനിധീകരിച്ചതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഏതായിരുന്നു? ഫെറാറി. ഫെറാറിക്ക് വേണ്ടിയായിരുന്നു ചാൾസ് ലെക്ലെർക്ക് മത്സരിച്ചത്. നമ്മുടെ പോയിന്റ്, 2024 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? ഓസ്കർ പിയാസ്ട്രി. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത, ICC ഇന്റർനാഷണൽ പാനൽ ഓഫ് ഡെവലപ്മെന്റ് അമ്പയേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ICC ഇന്റർനാഷണൽ പാനൽ ഫോർ ഡെവലപ്മെന്റ് അമ്പയേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത ആരാണ് നമുക്ക് നോക്കാം. ആരാണ്? സലീമ ഇംതിയാസ്. സലീമ ഇംതിയാസ് ആണ് ICC ഇന്റർനാഷണൽ പാനൽ ഫോർ ഡെവലപ്മെന്റ് അമ്പയേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത. ആരാണ്? സലീമ ഇംതിയാസ്. അതുപോലെ തന്നെ നിലവിലെ ഇപ്പോഴത്തെ ICCയുടെ ചെയർമാൻ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ആരാണ്? ഗ്രെഗ് ബാർക്ലേ. ഗ്രെഗ് ബാർക്ലേ ആണ് നിലവിലെ ICCയുടെ ചെയർമാൻ. നമ്മുടെ പോയിന്റ്, ICC ഇന്റർനാഷണൽ പാനൽ ഫോർ ഡെവലപ്മെന്റ് അമ്പയേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? സലീമ ഇംതിയാസ്. അതുപോലെ തന്നെ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്നത് എവിടെയാണെന്ന് നമുക്ക് പഠിക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത് ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത്. എവിടെയാണ്? ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലാണ് ഗ്ലാസ്ഗോ സ്ഥിതി ചെയ്യുന്നത്. സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, 2014 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയായിരുന്നു? ഗ്ലാസ്ഗോയിൽ വെച്ച് തന്നെയായിരുന്നു. 2014 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായതും ഗ്ലാസ്ഗോ തന്നെയായിരുന്നു. നമ്മുടെ പോയിന്റ്, 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത കായിക വാർത്ത, ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? സന്തോഷ് കശ്യപ്. സന്തോഷ് കശ്യപ് ആണ് ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത്. ആരാണ്? സന്തോഷ് കശ്യപ്. അതുപോലെ തന്നെ PV പ്രിയയാണ് സഹപരിശീലകയായി നിയമിതയായത്. ആരാണ്? PV പ്രിയ. PV പ്രിയ ആയിരുന്നു സഹപരിശീലകയായി നിയമിതയായത്. നമ്മുടെ പോയിന്റ്, ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ആരാണ്? സന്തോഷ് കശ്യപ്. നമ്മൾ ചർച്ച ചെയ്ത അടുത്ത വാർത്ത,
2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യ വകുപ്പ് മന്ത്രി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് നമുക്ക് പഠിക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പ്രവീൺ ഗോർധാൻ. പ്രവീൺ ഗോർധാൻ ആണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യമന്ത്രി. മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യമന്ത്രിയായിരുന്നു പ്രവീൺ ഗോർധാൻ. ഓർക്കേണ്ട മറ്റൊരു കാര്യം, 2019 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. 2019 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. അതുപോലെ തന്നെ 2010 ഇദ്ദേഹത്തിന് പ്രവാസി ഭാരതീയ സമ്മാൻ ഇദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ്. 2010 പ്രവാസി ഭാരതീയ സമ്മാൻ ഇദ്ദേഹത്തിന് ലഭിച്ചത്. നമ്മൾ കണ്ടു 2019 പത്മഭൂഷൺ ലഭിച്ചു, 2010 പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ചു. ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ട പോയിന്റ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? പ്രവീൺ ഗോർധാൻ. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരാണ്? സാൽവദോർ ഷില്ലാച്ചിയാണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ താരം. ഓർക്കുക, 1990 ലോകകപ്പിൽ 6 ഗോളാണ് ഇദ്ദേഹം നേടിയത്. 1990 ലോകകപ്പിൽ 6 ഗോളുകൾ ഇദ്ദേഹം നേടുകയുണ്ടായി. ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും നേടിയത് ആര് തന്നെയായിരുന്നു? സാൽവദോർ ഷില്ലാച്ചി. 1990 6 ഗോളോടുകൂടി ആ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും അതുപോലെ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും നേടിയത് സാൽവദോർ ഷില്ലാച്ചി ആയിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? സാൽവദോർ ഷില്ലാച്ചി. മറ്റൊരു വിയോഗ വാർത്ത കൂടെ നമുക്ക് പരിശോധിക്കാം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച കന്നഡ എഴുത്തുകാരി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച കന്നഡ എഴുത്തുകാരി ആരാണ്? മനോരമ ഭട്ടാണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച കന്നഡ എഴുത്തുകാരി. ആരാണ്? മനോരമ ഭട്ട്. സ്വയംവരയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. സ്വയംവരയാണ് മനോരമ ഭട്ടിന്റെ പ്രശസ്തമായ കൃതി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച കന്നഡ എഴുത്തുകാരി ആരാണ്? മനോരമ ഭട്ട്. വരാനിരിക്കുന്ന പ്രധാന PSC പരീക്ഷകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്തായി നൽകുന്നത്. 10th അടിസ്ഥാന യോഗ്യതയായിട്ട് വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും LGS എക്സാമുകളും. അതുപോലെ +2 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, ടീച്ചിങ് എക്സാംസ് എന്നീ പരീക്ഷകൾ. മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി ഈ എക്സാമുകളിലേക്ക് സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കപ്പെട്ട വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ്. ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നുള്ള ടൈമാണ് അടുത്തത്. നമുക്ക് നോക്കാം. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതിയെ പറ്റിയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര്? ഫിറ്റ്നസ് ബോക്സ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റിയായിരുന്നു, ഒരു ആത്മകഥയെ പറ്റിയായിരുന്നു. ഏതായിരുന്നു ആ പുസ്തകം? ജീവിതപാതയായിരുന്നു. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച പുസ്തകം ഏതായിരുന്നു? ജീവിതപാത. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വാർത്ത ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയെ സംബന്ധിക്കുന്നതായിരുന്നു. A ബാച്ചിലെ വിജയികളായത് കോയിപ്രം പള്ളിയോടമാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ B ബാച്ചിലെ വിജയികളായത് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണെന്നും നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു വിജയികൾ? കോയിപ്രം പള്ളിയോടവും കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും.
അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളം ഏതായിരുന്നു? കാരിച്ചാൽ ചുണ്ടൻ. അതുപോലെ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അത് റിയാദ് മാത്യു ആണ് ABC ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരായിരുന്നു? അനുരാഗ് ഗാർഗ് ആണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. രവീന്ദ്ര ആയിരുന്നു 2024 സെപ്റ്റംബറിൽ ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് ജോർദൻ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയായിരുന്നു. 2024 സെപ്റ്റംബറിൽ ജോർദാൻ പ്രധാനമന്ത്രിയെ നിയമിതനായത് ആരായിരുന്നു? ഇപ്പോൾ നമുക്കറിയാം അത് ജാഫർ ഹസൻ ആയിരുന്നു ജോർദൻ പ്രധാനമന്ത്രിയായി നിയമിതനായത്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വാർത്തകൾ, സശസ്ത്ര സീമാ ബെല്ലിന്റെ SSB ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരായിരുന്നു? അമൃത് മോഹൻ പ്രസാദ്. അതുപോലെ ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച പുതിയ ഇനം രക്തഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. ഏതായിരുന്നു? MAL. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഏതായിരുന്നു രാഷ്ട്രീയ പാർട്ടി? ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK. ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് 2024 സെപ്റ്റംബറിൽ 75-ാം വാർഷികം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. പിന്നീട് നമ്മൾ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വസ്തുത പങ്കുവച്ചിരുന്നു. അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. എന്തായിരുന്നു ആപ്പിന്റെ പേര്? ഇപ്പോൾ നമുക്കറിയാം അതിന്റെ പേര് രംഗീൻ മച്ച്ലി. അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആവുന്നത് ആരായിരുന്നു എന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ആരായിരുന്നു? മോഹന സിംഗ് ആണ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആവുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനെ പറ്റിയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് ഓപ്പറേഷൻ സദ്ഭാവന. പിന്നീട് നമ്മൾ പഠിച്ച പോയിന്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജർ ഏതായിരുന്നു എന്നാണ്. ഏതാണ്? DCI ഡ്രഡ്ജ് ഗോദാവരി. അതുപോലെ തന്നെ നമ്മൾ കണ്ട രണ്ട് വാർത്തകൾ, അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചാണക വണ്ടിനെ സംബന്ധിക്കുന്നതായിരുന്നു. എന്തായിരുന്നു ചാണകവണ്ടിന്റെ പേര്? ഓണിറ്റിസ് ബോഡാട്ടി. അതുപോലെ 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി ഏതാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. ഏതായിരുന്നു ഇഞ്ചിയുടെ? കുർക്കുമ ഉങ്മെൻസിസ്. പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യൻ നാവികസേനയുടെ ആഗോള കടൽ പരിവേഷണമായ നാവിക സാഗർ പരിക്രമയുടെ ഭാഗമാകുന്നത് ആരൊക്കെയായിരുന്നു എന്നാണ്. ആരൊക്കെയാണ്? രൂപ എയും ദിൽനാക്കെയും. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 18 വയസ്സിൽ താഴെയുള്ളവർക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയത് ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? മെറ്റയായിരുന്നു 18 വയസ്സിൽ താഴെയുള്ളവർക്കായി പ്രത്യേക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുറത്തിറക്കിയ ആരായിരുന്നു? മെറ്റ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു സന്നദ്ധ സംഘടനയെ സംബന്ധിക്കുന്നതായിരുന്നു. റഷ്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടന ഏതാണ്? റഷ്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. അതുപോലെ നമ്മൾ കണ്ട മറ്റൊരു വാർത്തയായിരുന്നു, ഏഷ്യയിലെ ഏറ്റവും ഫോട്ടോജനിക്കായ യുനെസ്കോ പൈതൃക കേന്ദ്രമായി ടൈംസ് ട്രാവൽ തെരഞ്ഞെടുത്ത കേന്ദ്രം ഏതായിരുന്നു? കംബോഡിയയിലെ അങ്കോർ വാട്ട്. അതുപോലെ തന്നെ ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി എവിടെയായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എവിടെയാണ്? റഷ്യയിലെ കസാനിലായിരുന്നു ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി. അതുപോലെ ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു രാജ്യങ്ങൾ? റഷ്യയും ചൈനയും.
പിന്നീട് നമ്മൾ പഠിച്ചത് 2024 സെപ്റ്റംബറിൽ പോളിയോ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യത്തെ പറ്റിയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് അഫ്ഗാനിസ്ഥാൻ ആണ്. അതുപോലെ ലോക മുള ദിനം എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. എന്നായിരുന്നു അത്? സെപ്റ്റംബർ 18 ലോക മുള ദിനം. അതുപോലെ തന്നെ IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി സ്ഥാനമേറ്റത് ആരായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആരായിരുന്നു? റിക്കി പോണ്ടിങ് ആണ് IPL ടീമായ പഞ്ചാബ് കിങ്സിന്റെ പുതിയ കോച്ചായി സ്ഥാനമേറ്റത്. നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കായിക വാർത്തകളിലൊന്ന് പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ, കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത്. അതുപോലെ തന്നെ 2024 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് ഓസ്കർ പിയാസ്ട്രി. പിന്നീട് നമ്മൾ കണ്ടത് ICC ഇന്റർനാഷണൽ പാനൽ ഓഫ് ഡെവലപ്മെന്റ് അമ്പയർസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? സലീമ ഇംതിയാസ് ആണ് ICC ഇന്റർനാഷണൽ പാനൽ ഓഫ് ഡെവലപ്മെന്റ് അമ്പയർസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാനി വനിത. പിന്നീട് നമ്മൾ പഠിച്ചത് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയെ പറ്റിയായിരുന്നു. എവിടെയായിരുന്നു അത്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് അരങ്ങേറുന്നത്. അതുപോലെ ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ആരായിരുന്നു നമ്മൾ പഠിച്ചു. ആരായിരുന്നു? സന്തോഷ് കശ്യപ്. നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ ധനകാര്യ വകുപ്പ് മന്ത്രിയെ പറ്റിയായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? പ്രവീൺ ഗോർധാൻ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റ് രണ്ട് വിയോഗ വാർത്തകൾ 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? സാൽവദോർ ഷില്ലാച്ചി. അതിനുശേഷം നമ്മൾ കണ്ടത് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച കന്നഡ എഴുത്തുകാരി ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? മനോരമ ഭട്ട്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD ആര്? ഓപ്ഷൻ എ വിനോദ് റായ്, ഓപ്ഷൻ ബി അരുണ സുന്ദരരാജൻ, ഓപ്ഷൻ സി ദുർഗാ ശക്തി, ഓപ്ഷൻ ഡി ലോക്നാഥ് ബെഹ്റ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ എ താനെ മുംബൈ, ഓപ്ഷൻ ബി ഭൂജ് ഹൈദരാബാദ്, ഓപ്ഷൻ സി ഭൂജ് അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി ജാംനഗർ അഹമ്മദാബാദ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ മലപ്പുറമാണ്. 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ ഏത്? 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ ഏതാണ്? ഓപ്ഷൻ ഡി MSC ക്ലോഡ് ഗിരാർഡന്റ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.